Students, today let us discuss the section 3.3 which is the last section of our module 1. Okay. Littlewood's 3 principle, Egoroff's theorem and Lewis' theorem. ഇപ്പോൾ Littlewood's 3 principle നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഇനി പഠിക്കാൻ പോകുന്ന തിയറംസ് ഒക്കെ കൂടി കൺക്ലൂഡ് ചെയ്തിട്ടാണ്. അപ്പോൾ തിയറംസ് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ പഠിച്ചിട്ടുള്ള തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സും നമുക്കൊന്ന് റിലേഷൻ നോക്കാം കേട്ടോ. അതിൻ്റെ ആ കണക്ഷനും അതെങ്ങനെയാണ് അതിൻ്റെ മീനിങ് വരുന്നത് എന്നുള്ള കാര്യം നോക്കാം. അതിന് മുമ്പ് നമ്മൾ എഗറോഫ്സ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാൻ പോവാണ്. Which states that assume E has a finite measure. Now we have a set with a finite measure here, which is E. And sequence Fn be a sequence of measurable functions on E that converges pointwise on E to the real valued function. Real valued function ആണ്. So extend real valued function. അതായത് മൈനസ് ഇൻഫിനിറ്റി വരില്ല, എന്തായാലും ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ് വരുന്നത്. ഈ സീക്വൻസ് Fn എന്താണ്? മെഷറബിൾ ഫംഗ്ഷൻ ആണ്. ആൻഡ് converges pointwise on E to the real valued function. നമുക്കറിയാം, ഒരു പ്രൊപ്പോസിഷൻ 9 നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് സീക്വൻസ് Fn എന്ന് പറയുന്നത് മെഷറബിൾ ഫങ്ഷൻസ് ആണ്. ആൻഡ് വിച്ച് കൺവേർജസ് പോയിൻറ്റ്വൈസ് ഓൺ E to F. അങ്ങനെയാണെങ്കിൽ F മെഷറബിൾ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ F മെഷറബിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്രൂവ് ചെയ്യേണ്ടത് നോക്കിയേ. ദെൻ ഫോർ ഈച്ച് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ ഈസ് എ ക്ലോസ്ഡ് സെറ്റ് കണ്ടെയ്ൻഡ് ഇൻ E അല്ലേ. അതായത് E സബ്സെറ്റ് ഓഫ് there exists a F, ഒരു ക്ലോസ്ഡ് സെറ്റ് F സബ്സെറ്റ് ഓഫ് E എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ കണ്ടുപിടിക്കണം. സച്ച് ദാറ്റ് ഓൺ Fൽ സീക്വൻസ് Fn Fലേക്ക് യൂണിഫോംലി കൺവേർജൻ്റ് ആണ്. മാത്രമല്ല മെഷർ ഓഫ് E ഡിഫറൻസ് F അത് ലെസ് ദാൻ എപ്സിലോൺ ആണ്. ഫോർ ഈച്ച് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഫോർ ഈച്ച് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a closed set S such that sequence Fn converges to F uniformly on F. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് മുമ്പ് നമ്മളൊരു ലെമ്മ പ്രൂവ് ചെയ്യാണ്. ലെമ്മ പ്രൂവ് ചെയ്യുന്നത് ഒരു മെഷറബിൾ സെറ്റ്, അതായത് ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ ഒരു മെഷറബിൾ സെറ്റ് ഉണ്ട് എന്നാണ് നമ്മൾ ലെമ്മ 10 പറയാൻ പോകുന്നത്. അപ്പോൾ ലെമ്മയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നോക്കാം. അണ്ടർ ദ അസംഷൻസ് ഓഫ് എഗറോഫ്സ് തിയറം. അപ്പോൾ എന്തൊക്കെയാണ്? ഈ ഒരു ഫൈനൈറ്റ് മെഷറുള്ള ഒരു സെറ്റാണ് സീക്വൻസ് Fn എന്ന് പറയുന്നത്. ഒരു മെഷറബിൾ ഫംഗ്ഷൻസിൻ്റെ സീക്വൻസ് ഓൺ വിത്ത് ഡൊമൈൻ E which converges pointwise on capital E to the real function F. Okay, അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. Then we had to show that there exists eta greater than 0 for each eta greater than 0 and delta greater than 0. There exists a measurable subset A of E and an index n for which sequence modulus of Fn minus F less than eta on A. അതായത് A എന്ന് പറയുന്ന മെഷറബിൾ സബ്സെറ്റിൽ അത് യൂണിഫോംലി കൺവേർജൻ്റ് ആണ് അല്ലേ. ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആൻഡ് മെഷർ ഓഫ് E ഡിഫറൻസ് A ഈസ് ലെസ് ദാൻ ഡെൽറ്റ. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനുവേണ്ടി ആദ്യം ഫോർ ഈച്ച് കെ മോഡുലസ് ഓഫ് F മൈനസ് എഫ് കെ ഈസ് പ്രോപ്പർലി ഡിഫൈൻഡ്. അത് എന്തുകൊണ്ടാണ്? എഫ് കെ എന്ന് പറയുന്നത് പോയിന്റ് വൈസ് കൺവേർജൻ ടു എഫ് ആണ്. എഫ് റിയൽ വാല്യൂഡ് ആണ്, എക്സ്റ്റെൻഡ് റിയൽ വാല്യൂഡ് അല്ല. അത് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി എന്നുള്ള വാല്യൂസ് അത് അസ്യൂം ചെയ്യുന്നില്ല. ഗൈൻ അത് ഡിഫൈൻഡ് ആണ്. എഫ് കെ എന്ന് പറയുന്നത് കൺവേർജൻ്റ് ആണ്. അപ്പോൾ ഈ മോഡുലസ് ഓഫ് എഫ് മൈനസ് എഫ് കെ ഡിഫൈൻഡ് ആണ്. ശരിയാണ് അല്ലേ. ഇനി എഫ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞത് എന്താ? എഫ് കെ എന്ന് പറയുന്നത് മെഷറബിൾ സീക്വൻസ് ഓഫ് മെഷറബിൾ ഫംഗ്ഷൻസ് ആണ്. അത് പോയിന്റ് വൈസ് കൺവേർജൻ ടു എഫ് ആയതുകൊണ്ട് ബൈ പ്രൊപ്പോസിഷൻ 9 അനുസരിച്ച് നമുക്ക് എന്താ അറിയാം? എഫ് എന്ന് പറയുന്നത് മെഷറബിൾ ആണ്. ഇപ്പം നമുക്ക് എന്താ കിട്ടിയത്? എഫ് മെഷറബിൾ ആണ്, എഫ് കെ മെഷറബിൾ ആണ്. രണ്ടെണ്ണം മെഷറബിൾ ആണെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് എഫ് മൈനസ് എഫ് കെ മെഷറബിൾ ആണ്. അഗൈൻ എഫ് മൈനസ് എഫ് കെ മെഷറബിൾ ആയതുകൊണ്ട് അതിൻ്റെ മോഡുലസ് എഫ് മൈനസ് എഫ് കെയും മെഷറബിൾ ആണ്. ഓക്കെ, അപ്പോൾ മോഡുലസ് ഓഫ് എഫ് മൈനസ് എഫ് കെ പ്രോപ്പർലി ഡിഫൈൻഡ് ആണ് ആൻഡ് ഇറ്റ് ഈസ് മെഷറബിൾ. ഇനി ഒരു സെറ്റ് എഫ് മെഷറബിൾ ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് എപ്പോഴും അങ്ങനെ പറയാം എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എൻ അല്ലേ. ദിസ് ഈസ് മെഷറബിൾ ലെസ് ദാൻ ആൽഫ എന്നൊക്കെ പറയും. ആ കേസിൽ ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് മോഡുലസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് കെ ഓഫ് എക്സ് ലെസ് ദാൻ ഈറ്റ ഈസ് മെഷറബിൾ. ദ ഇൻ്റർസെക്ഷൻ ഓഫ് എ കൗണ്ടബിൾ കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ് ഈസ് മെഷറബിൾ. അതെങ്ങനെയാണ് വന്നേ? നമുക്കിത് നോക്കാം. ഇവിടെ ഇ എൻ ആണ് പറയുന്നത്. നമ്മൾ E1 വെച്ചിട്ട് ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. E1 ഒന്ന് വിൻഡോ ചെറുതാക്കാം. ഓക്കെ, E1 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. E1 എന്ന് പറയുന്നത് എന്താ? ഇതനുസരിച്ച് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു E സച്ച് ദാറ്റ്
മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് കെ ഓഫ് എക്സ് ലെസ് ദാൻ ഈറ്റ ഫോർ ഓൾ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് കേട്ടോ. ഇതാണ് ഈ 1 എന്ന് പറയുന്നത്. ഈ 2 എന്തായിരിക്കും? ഈ 2 എന്ന് പറയുന്നത് ഈ സെയിം കണ്ടീഷൻസ് എല്ലാതും ഉണ്ട്. അതായത് എക്സ് ബിലോങ്സ് ടു ഇ ആയിരിക്കണം, മോഡുലസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് കെ ഓഫ് എക്സ് ലെസ് ദാൻ ഈറ്റ ആയിരിക്കണം, ഒരു അതൊക്കെ എക്സ്ട്രാ ഉണ്ട്. എന്തായിരിക്കണം അപ്പം? കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കണം. ഈ 3 എന്ന് പറയുമ്പോഴോ ബാക്കിയുള്ള കണ്ടീഷൻസിൻ്റെ ഒപ്പം എന്തുകൂടിയും വേണം? ഫോർ ഓൾ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് വേണം. ഓക്കെ, അതായത് ഈ 3 ആണെങ്കിൽ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ഉം ട്രൂ ആവണം, കെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2ഉം ട്രൂ ആവണം, കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3ഉം ട്രൂ ആവണം. അങ്ങനെ പറയാം നമുക്ക്, ശരിയല്ലേ? ഈ 3 എന്ന് പറയുകയാണെങ്കിൽ ഈ 1ഉം ട്രൂ ആവണം, ഇൻ്റർസെക്ഷൻ അല്ലേ, ഈ 2ഉം ട്രൂ ആവണം, ഈ 3ഉം ട്രൂ ആവണം എന്ന് പറയാം. അല്ലെങ്കിൽ ഇ എൻ എന്ന് പറയുന്നത് ഈ 1 ട്രൂ ആവും, ഈ 2 ട്രൂ ആവും, എക്സെട്ര ഈ എൻ വരെയുള്ള എല്ലാ കേസും ട്രൂ ആവും. ഇത് ഓരോന്നും മെഷറബിൾ ആണ് അല്ലേ? ഇത് മെഷറബിൾ ആണ്. അതായത് ഇപ്പോൾ ഈ 1ൻ്റെ കേസിൽ തന്നെ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പറയുമ്പോൾ മോഡുലസ് ഓഫ് എഫ് 1 ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് 1 ഓഫ് എക്സ് ലെസ് ദാൻ ഈറ്റ ആയിരിക്കണം. ഈ 1ൻ്റെ കേസ് എടുക്കാം കേട്ടോ, വേറെ കളർ നോക്കാം. ഈ 1ൻ്റെ കേസ് നോക്കാം. ഈ 1ൻ്റെ കേസിൽ മോഡുലസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് 1 ഓഫ് എക്സ് ലെസ് ദാൻ ഈറ്റ ആയിരിക്കണം. മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് 2 ഓഫ് എക്സ് ലെസ് ദാൻ ഈറ്റ ആയിരിക്കണം. എഫ് ഓഫ് എക്സ് മൈനസ് എഫ് 3 ഓഫ് എക്സ് ലെസ് ദാൻ ഈറ്റ ആയിരിക്കണം, എക്സെട്ര അല്ലേ? ഈ 1ൻ്റെ മാത്രം കേസാണ് ഇപ്പോൾ മിസ് പറഞ്ഞിട്ടുള്ളത്. ഈ 2ൻ്റെ കേസ് ആണെങ്കിൽ എങ്ങനെയാണ് വരിക? ഈ 2ൻ്റെ കേസ് ആണെങ്കിൽ ഇവിടെ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 വരുള്ളൂ അല്ലേ? അതായത് ഇത് തൊട്ടിട്ടുള്ള ബാക്കിയെല്ലാം വരും, ശരിയല്ലേ? അപ്പോൾ ഈ 1 എന്ന് പറയുമ്പോൾ തന്നെ ഈ 1 മാത്രം മനസ്സിലാക്കുക. ഈ 1 എന്ന് പറയുമ്പോൾ മോഡുലസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് 1 ഓഫ് എക്സ് ലെസ് ദാൻ ഈറ്റ ഇതെല്ലാം ട്രൂ ആവണം ഫോർ ഓൾ കെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1. അത് 1നും 2നും 3നും 4നും ഒക്കെ ഇത് ട്രൂ ആവണം. അപ്പോൾ ഈ 1 എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഞാനിത് ഇവിടെ ഈ ഗ്രീൻ കളറിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഇൻ്റർസെക്ഷൻ ആണ്. ഓക്കെ, ഇത് ഓരോന്നും മെഷറബിൾ ആണ്. അപ്പോൾ കൗണ്ടബിൾ ഇൻ്റർസെക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ് ആയതുകൊണ്ട് ഈ 1 മെഷറബിൾ ആണ്. അതുപോലെ ഈ 2 മെഷറബിൾ ആണ്, എക്സെട്ര. നമുക്ക് എന്ത് പറയാം? ഈ എന്നും മെഷറബിൾ ആണ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇൻ്റർസെക്ഷൻ ഓഫ് എ കൗണ്ടബിൾ കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ് ഈസ് മെഷറബിൾ, ദെർഫോർ ഇ എൻ ഈസ് മെഷറബിൾ. ഇ എൻ എന്ന് പറയുന്നത് അസെൻഡിങ് കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റാണ്. അതെങ്ങനെയാണ് വരിക? ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തോന്നുക ചെറുതായി വരല്ലേ, ഡിസെൻഡിങ് അല്ലേ എന്ന് ചിന്തിക്കാൻ വേണമെങ്കിൽ അല്ലേ? അത് അസെൻഡിങ് കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റാണ്. അതെങ്ങനെയാണെന്ന് പറയാം. ഇപ്പോൾ അതിന് മുമ്പ് ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം നമുക്ക്. ദെൻ ദിസ് ഈസ് എൻ അസെൻഡിങ് കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ് ആൻഡ് ഈസ് ഈക്വൽ ടു യൂണിയൻ ഇ എൻ. ഇപ്പോൾ യൂണിയൻ ഇ എൻ എന്ന് പറയുമ്പോൾ ഇത് ഈ 1ന് ട്രൂ ആവുക, ഈ 2ന് ട്രൂ ആവുക, ഈ 3ക്ക് ട്രൂ ആവുക, എല്ലാം കൂടി ആവുമ്പോൾ ഇ എന്ന് പറയുന്ന കംപ്ലീറ്റ് സെറ്റ് നമുക്ക് കിട്ടും അല്ലേ? സിൻസ് എഫ് എൻ ഓക്കെ, നമുക്കത് നോക്കാം. ഇനി അസെൻഡിങ് കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ്സ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, നമ്മുടെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ളതാണ് കേട്ടോ. അപ്പോൾ എക്സ് E2-ലാണെന്ന് വിചാരിക്കുക. നമുക്ക് എന്താ പ്രൂവ് ചെയ്യണ്ടേ? E1 സബ്സെറ്റ് ഓഫ് E2 സബ്സെറ്റ് ഓഫ് E3 എന്ന് വേണ്ടേ അല്ലേ? ഓക്കെ, അപ്പോൾ എക്സ് E2-ലാണെന്ന് വിചാരിക്കുക. E2-ൽ കേട്ടോ. എക്സ് E2-ലാണെങ്കിൽ എന്താ? മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് കെ ഓഫ് എക്സ് ലെസ് ദാൻ ഈറ്റ ഫോർ കെ ഈക്വൽ ടു 2, 3, 4 എക്സെട്ര അല്ലേ? അതായത് കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2-നാണ് E2-ലുള്ളത്. അപ്പോൾ 2ന് ട്രൂ ആണ്, 3ക്ക് ട്രൂ ആണ്, 4ന് ട്രൂ ആണ്, എക്സെട്ര വരും. ഇനി എക്സ് E3-ലാണെങ്കിലോ? E3-ലാണെങ്കിൽ എന്താ വേണ്ടേ? സെയിം സാധനം തന്നെ, പക്ഷേ 2ന് വേണം എന്നില്ല അല്ലേ? 2ൻ്റെ കേസിൽ വേണം എന്നില്ല, ബാക്കിയുള്ള എല്ലാ കേസിലും അല്ലേ 2ന് വേണം എന്നില്ല. ബാക്കി 3 തൊട്ട് 4, 5 എക്സെട്ര എന്ന് വരും. അതായത് വീണ്ടും പറയുന്നു, ഇറ്റ് നോ ലോങ്ങർ ഹാസ് ടു സാറ്റിസ്ഫൈ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് 2 ഓഫ് എക്സ് ലെസ് ദാൻ ഈറ്റ. അപ്പോൾ ഇതിലുണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ എക്സ് ഓൾറെഡി E2-ലാണെങ്കിൽ ഓൾറെഡി 2നും 3ക്കും 4നും ഒക്കെ ട്രൂ ആണ്. അപ്പോൾ E3-ലാണെങ്കിലോ 3ക്കും 4നും 5നും മാത്രം ട്രൂ ആയാൽ മതി. പക്ഷേ E2-ലായതുകൊണ്ട് ഇത് ഓൾറെഡി ട്രൂ ആണ്. ശരിയാണല്ലേ? അപ്പോൾ ദിസ് ഈസ് എ സബ്സെറ്റ് ഓഫ് E3 എന്ന് പറയാം.
ഈ 2 3 എന്ന് വെച്ചിട്ടുള്ളതല്ല, എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ഈ 2-ലാവാനുള്ള കണ്ടീഷനാണ് നോക്കുന്നത് കേട്ടോ. ഇനി ഇ എം എന്ന് നോക്കാം നമുക്ക്. മോർ ജനറലി ഇഫ് എം ലെസ് ദാൻ എൻ, ഇപ്പം E2 E3 വെച്ചിട്ടാണ് ഒന്നുകൂടി നോക്കാം. എം ലെസ് ദാൻ എൻ ആണ് എക്സ് ഇ എമ്മിലുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇ എം സബ്സെറ്റ് ഓഫ് ഇ എൻ ആണ് അല്ലേ. അതായത് ഇൻക്രീസിങ് ആണ് അല്ലെങ്കിൽ നോൺ ഡിക്രീസിങ് ആണ് കിട്ടാൻ വേണ്ടിയിട്ട്. എക്സ് ഇ എമ്മിലാണെങ്കിൽ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് കെ ഓഫ് എക്സ് ലെസ് ദാൻ ഈറ്റ ഫോർ ഓൾ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം എന്ന് വരും. അതായത് എം M+1 M+2 എക്സിട്ര എന്ന് വരും കേട്ടോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എമ്മിനെക്കാട്ടിലും വലിയ, ഇവിടെ M+1 M+2 M+3 ഒക്കെ വന്നിട്ടില്ല, ഇതിലൊരു M+2 ആണ് എൻ്റെ എൻ എന്ന് വിചാരിക്കുക. കാരണം എൻ എമ്മിനേക്കാളും വലുതാണല്ലോ. അപ്പോൾ ഇ എന്നിൻ്റെ കേസിൽ ആ എക്സ് എന്ന് പറയുന്നത് ഇതിലൊക്കെ ട്രൂ ആയിരിക്കും അല്ലേ. ദാറ്റ് ഈസ് ദെർഫോർ ഓട്ടോമാറ്റിക്കലി ഫോർ ഓൾ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ഗ്രേറ്റർ ദാൻ എം, സോ എക്സ് ബിലോങ്സ് ടു ഇൻ. ഇതിനെല്ലാം ട്രൂ ആയതുകൊണ്ട് എക്സ് ഓട്ടോമാറ്റിക്കായിട്ട് ഇ എന്നിലുണ്ട്. അപ്പോൾ ഈ 1 2 3 എന്നുള്ള നമ്പർ അല്ല നോക്കണ്ടേ. എക്സ് ഇ എമ്മിലുണ്ടെങ്കിൽ ഈ M+1 M+2 മാത്രം ട്രൂ ആയാൽ മതി. പക്ഷേ ഇ എന്നിലാണെങ്കിൽ എന്താ, ഇപ്പോൾ M+2 ആണ് എൻ്റെ എൻ എങ്കിൽ എൻ തൊട്ടിട്ടുള്ളത് മാത്രം മതി നമുക്ക്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇ എന്നിലുണ്ട്. ഓക്കെ, അതായത് ഇ എം സബ്സെറ്റ് ഓഫ് ഇ എൻ ആണ്. ദെർഫോർ ഇറ്റ് ഈസ് എൻ ഇൻക്രീസിങ് സീക്വൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയത് ദിസ് ഇസ് എ അസെൻഡിങ് കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ്സ് ആണ്. ഈസ് ഈക്വൽ ടു യൂണിയൻ എൻ ഈക്വൽ ടു 1 to infinity ഇ എൻ. ഓക്കെ, ഇനി സിൻസ് സീക്വൻസ് എഫ് എൻ കൺവേർജസ് പോയിന്റ് വേസ് ടു എഫ് ഓൺ ഇ, വി infer from the continuity of measure that measure of E is equal to limit n tends to infinity measure of En. ഓക്കെ, ഇനി മെഷർ ഓഫ് ഇ എന്താണെന്ന് പറഞ്ഞുള്ളത് ഒരു ഫൈനൈറ്റ് മെഷർ ആണ് തന്നിട്ടുണ്ട്. അതായത് എൻ ഇൻഫിനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ മെഷർ ഓഫ് ഇ എൻ ഫൈനൈറ്റ് വാല്യൂ ആണെന്നാണ് കിട്ടുന്നത് അല്ലേ. അപ്പം ഇതിൻ്റെ ലിമിറ്റാണ്, അതായത് മെഷർ ഓഫ് ഇ എന്നിൻ്റെ ലിമിറ്റാണ് എം ഓഫ് ഇ എന്ന് പറയുന്നത്. സോ എം ഓഫ് ഇന്ന് ഒരു മൈനസ് എപ്സിലോൺ എടുത്തു കഴിഞ്ഞാൽ ദർ മസ്റ്റ് എക്സിസ്റ്റ് സം ഇ ക്യാപിറ്റൽ എൻ സച്ച് ദാറ്റ് മെഷർ ഓഫ് ഇ എൻ ഈസ് ഗ്രേറ്റർ ദാൻ മെഷർ ഓഫ് ഇ മൈനസ് എപ്സിലോൺ. ഈ ഇ എന്നെ ക്യാപിറ്റൽ എ എന്ന് ഡിനോട്ട് ചെയ്തു. ഇപ്പോൾ ക്യാപിറ്റൽ എ എന്തായി, ഇ എൻ മെഷറബിൾ ആയതുകൊണ്ട് ക്യാപിറ്റൽ ഇ എൻ ആട്ടോ നമ്മൾ മെഷർ എടുക്കണ്ടേ. ഈ ക്യാപിറ്റൽ എന്നിനെ ക്യാപിറ്റൽ എ എന്ന് ഡിനോട്ട് ചെയ്തു. ഓക്കെ, ഇനി ഇ എൻ ഓരോ ഇ എന്നും മെഷറബിൾ ആയതുകൊണ്ട് ക്യാപിറ്റൽ എ മെഷറബിൾ ആണ്. ഓക്കെ, ഇ എന്നിൻ്റെ കേസിൽ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെയാണ്. ദെൻ മെഷർ ഓഫ് ഇ ഡിഫറൻസ് എ എന്ന് പറയുന്നത് എന്താണ്, സബ്സെറ്റ് ഓഫ് ഇ ആണ്, ഫൈനൈറ്റ് മെഷറുമാണ്. അപ്പോൾ നമുക്ക് എക്സിഷൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ദെർഫോർ ദിസ് ഈസ് മെഷർ ഓഫ് ഇ മൈനസ് മെഷർ ഓഫ് എ എന്ന് വരും അല്ലേ. അതായത് മെഷർ ഓഫ് ഇ എൻ, മെഷർ ഓഫ് ഇ മൈനസ് മെഷർ ഓഫ് ഇ എൻ എന്താണ്, ലെസ് ദാൻ എപ്സിലോൺ. നമ്മൾ ചൂസ് ചെയ്തതനുസരിച്ച് അല്ലേ, അതുപോലെ ചൂസ് ചെയ്യാമെന്ന് ഓർത്താലും മതി. ഇപ്പോൾ ഇവിടെ കിട്ടുന്നത് മെഷർ ഓഫ് ഇ എൻ മൈനസ് മെഷർ ഓഫ് ഇ ഗ്രേറ്റർ ദാൻ മൈനസ് എപ്സിലോൺ എന്നാണ് വരിക. ത്രൂ ഔട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും, മെഷർ ഓഫ് ഇ മൈനസ് മെഷർ ഓഫ് ഇ എൻ ലെസ് ദാൻ എപ്സിലോൺ എന്ന് വരും. ഇപ്പോൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടിയിട്ടുള്ളത് നോക്കിയേ. നമുക്ക് ആവശ്യമുള്ള 2 കാര്യങ്ങൾ ഇതായിരുന്നു. നോക്ക്, ഒരു മെഷറബിൾ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മെഷറബിൾ സെറ്റ് ഉണ്ട് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. മോഡുലസ് ഓഫ് എൻ മൈനസ് എഫ് ലെസ് ദാൻ ഈറ്റ ഓൺ എ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഈ ക്യാപിറ്റൽ എന്നിൻ്റെ കേസ് എന്താ വരിക, ഈ ക്യാപിറ്റൽ എൻ ആണെങ്കിൽ എക്സ് ബിലോങ്സ് ടു ഇ മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് കെ ഓഫ് എക്സ് ലെസ് ദാൻ ഈറ്റ ഫോർ ഓൾ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എൻ അല്ലേ. ഇതാണ് എൻ്റെ ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത്. അപ്പോൾ എ എന്ന് പറയുന്ന കണ്ടീഷൻ ശരിയാണല്ലേ. എയിൽ മോഡുലസ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഈറ്റയാണ് ഫോർ കെ അല്ലെങ്കിൽ എൻ ഗ്രേറ്റർ ദാൻ. ഇവിടെ എൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, ഇവിടെ കെ ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ ട്രൂ ആയി. രണ്ടാമത്തത് മെഷർ ഓഫ് ഇ ഡിഫറൻസ് എ ലെസ് ദാൻ ഡെൽറ്റ, അതാണ് നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുള്ളത്. മെഷർ ഓഫ് ഇ മൈനസ് മെഷർ ഓഫ് എ അല്ലെങ്കിൽ മെഷർ ഓഫ് ഇ മൈനസ് എ ലെസ് ദാൻ ഡെൽറ്റയുടെ പ്ലേസിൽ എപ്സിലോൺ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ,
അപ്പോൾ നമ്മൾ ലെമ്മ പ്രൂവ് ചെയ്തു. ലെമ്മ പ്രൂവ് ചെയ്തത് നമ്മുടെ പ്രൂഫിൽ എന്തായിരുന്നു വേണ്ടിയിരുന്നത്? ക്ലോസ്ഡ് സെറ്റായിരുന്നു വേണ്ടിയിരുന്നത്. ക്ലോസ്ഡ് സെറ്റായിരുന്നു വേണ്ടിയത്. നമ്മളൊരു മെഷറബിൾ സെറ്റിൻ്റെ കേസിൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലോസ്ഡ് സെറ്റിലേക്ക് എത്തിക്കാൻ പോവാണ്. അതെന്തായിരുന്നു? നമ്മൾ അപ്രോക്സിമേഷൻ ചെയ്തിട്ടുണ്ട്. ഇന്നർ അപ്രോക്സിമേഷനോ ഔട്ടർ അപ്രോക്സിമേഷനൊക്കെ നമ്മൾ ചാപ്റ്റർ 2 അല്ലേ, ഫസ്റ്റ് മൊഡ്യൂളിൽ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതനുസരിച്ച് നമുക്ക് ഒരു മെഷറബിൾ സബ്സെറ്റ് കിട്ടും എന്നാണ് അല്ലേ. അങ്ങനെ ഓരോ എന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ എ എൻ എന്ന് പറയുന്ന മെഷറബിൾ സബ്സെറ്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഈ എനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈറ്റേനെയും ഡെൽറ്റേനെയും ഓരോ ഡെൽറ്റയ്ക്കും ഈറ്റയ്ക്കും ദർ ഈസ് എ മെഷറബിൾ സെറ്റ് എ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ എ എൻ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി വേറെ കുറച്ച് ഈറ്റയും ഡെൽറ്റയൊക്കെ ആവും വേണ്ടി വരിക അല്ലേ. അതൊന്ന് നോക്കാം നമുക്ക്. ഇവിടെ നിന്നാണ് ശരിക്കും എഗറോഫ്സ് തിയറത്തിൻ്റെ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാർക്ക് അനുസരിച്ച് ലെമ്മയുടെ പ്രൂഫും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റും കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇനി ഫോർ ഈച്ച് നാച്ചുറൽ നമ്പർ എൻ ലെറ്റ് എ എൻ ബി എ മെഷറബിൾ സബ്സെറ്റ് ഓഫ് ഇ. ഇങ്ങനെ ഒരു മെഷറബിൾ സബ്സെറ്റിൻ്റെ എക്സിസ്റ്റൻസ് ആണ് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞത്. ആൻഡ് എൻ ഓഫ് എൻ ഇൻഡെക്സ്, നമ്മൾ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇൻഡെക്സ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എ എന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് A1 കറസ്പോണ്ടിങ് ആയിട്ട് N(1), A2 കറസ്പോണ്ടിങ് ആയിട്ട് N(2), എക്സെട്ര, വിച്ച് സാറ്റിസ്ഫൈ ദ കൺക്ലൂഷൻ ഓഫ് ദ പ്രിസൈഡിങ് ലെമ്മ വിത്ത് ഈച്ച് ഫോർ എവരി ഈറ്റ ആൻഡ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 എന്നാണ് അല്ലേ. അപ്പോൾ ഈ ഡെൽറ്റ എപ്സിലോൺ ബൈ 2n+1 ആൻഡ് ഈറ്റ ഈക്വൽ ടു 1/n. കണ്ടീഷൻ എന്തായിരുന്നു? മെഷർ ഓഫ് ഇ മൈനസ് എ ലെസ് ദാൻ ഡെൽറ്റ എന്നായിരുന്നു അല്ലേ. ഇവിടെ നമ്മുടെ ഡെൽറ്റ എന്താണ്? നമ്മുടെ ഇവിടുത്തെ ഡെൽറ്റ എന്ന് പറയുന്നത് എപ്സിലോൺ ബൈ 2n+1 ആണ്. ആൻഡ് മോഡുലസ് ഓഫ് എഫ് കെ മൈനസ് എഫ് ഈസ് ലെസ് ദാൻ 1/n. അവിടെ എന്തായിരുന്നു? ലെസ് ദാൻ ഈറ്റ ആയിരുന്നു അല്ലേ, ഓൺ എ ആയിരുന്നു. ശരിയല്ലേ. അപ്പോൾ ഇവിടെ ഈറ്റയുടെ പ്ലേസിൽ 1/n വരും. എക്ക് നമ്മൾ മെഷറബിൾ സെറ്റ് AN ആണ് എടുത്തിട്ടുള്ളത്. ഫോർ ഓൾ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു N എന്നായിരുന്നു നമ്മുടെ ലെമ്മയിൽ. പക്ഷെ നമുക്ക് ANന് കറസ്പോണ്ടിങ് ആയിട്ട് N(n) ആണ് ഉള്ളത്. അപ്പോൾ എന്ത് വായിക്കാം? ലെമ്മ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു മെഷറബിൾ സബ്സെറ്റ് AN ഉണ്ട്. കറസ്പോണ്ടിങ് ഇൻഡെക്സ് N(n), ഡെൽറ്റ എപ്സിലോൺ ബൈ 2n+1, ഈറ്റ 1/n, such that measure of E difference AN is less than epsilon by 2n+1 and modulus of fk minus f is less than 1/n on AN for all k greater than or equal to n. ഇങ്ങനെയുള്ള മെഷറബിൾ സെറ്റുകളുടെ ഇൻ്റർസെക്ഷനെ A എന്ന് ഡിനോട്ട് ചെയ്തു. ഓക്കെ, ഡിനോട്ട് ചെയ്തു. ഇനി അപ്പോൾ AN ഒക്കെ മെഷറബിൾ ആണ്, A മെഷറബിൾ ആണ് കേട്ടോ. ഇനി ഡിമോഗൻസ് ഐഡൻറ്റിറ്റി എന്താണ്? ഇത് സിമ്പിളായിട്ട് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? A യൂണിയൻ B ഹോൾ കോംപ്ലിമെൻറ്റിനെ അല്ലേ, A യൂണിയൻ B ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് ഒരു A കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻ്റ് ആണ്. പക്ഷേ A യൂണിയൻ B ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കംപ്ലീറ്റ് സെറ്റിൽ നിന്ന് അല്ലേ. ഇപ്പോൾ X ആണെങ്കിൽ നമ്മുടെ ഇവിടെ കംപ്ലീറ്റ് സ്പേസ് E ആണ്. അപ്പോൾ ഈ ഡിഫറൻസ് A യൂണിയൻ B എന്ന് അതിൻ്റെ അർത്ഥം അല്ലേ. കിട്ടുന്നത് എന്താ? ഈ ഡിഫറൻസ് A ഇൻ്റർസെക്ഷൻ ഈ ഡിഫറൻസ് B എന്നാണ് കിട്ടുന്നത്. ശരിയല്ലേ. നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടത് മെഷർ ഓഫ് ഈ ഡിഫറൻസ് എയുടെ വാല്യൂ ആണ് വേണ്ടത്. അപ്പം മെഷർ ഓഫ് ഈ ഡിഫറൻസ് A എന്ന് പറഞ്ഞാൽ മെഷർ ഓഫ് എങ്ങനെ വരിക? മെഷർ ഓഫ് ഈ ഡിഫറൻസ് A എന്ന് പറഞ്ഞാൽ A ഇതാണ് ഇൻ്റർസെക്ഷൻ അല്ലേ. അപ്പം മെഷർ ഓഫ് ഈ ഡിഫറൻസ് ഇൻ്റർസെക്ഷൻ n = 1 to ∞ A എന്ന് വരും. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ഡിഫറൻസ് ഓഫ് A ഇൻ്റർസെക്ഷൻ B അല്ലേ. അതായത് A ഇൻ്റർസെക്ഷൻ B ഹോൾ കോംപ്ലിമെൻറ്റിനെ എങ്ങനെ എഴുതാം? നമുക്ക് A കോംപ്ലിമെൻറ്റ് യൂണിയൻ B കോംപ്ലിമെൻറ്റ് എന്ന് എഴുതാം അല്ലേ. അതായത് ഈ ഡിഫറൻസ് A യൂണിയൻ ഈ ഡിഫറൻസ് B എന്ന് എഴുതാം. ശരിയല്ലേ. അതായത് യൂണിയൻ ഓഫ് n = 1 to ∞, മെഷർ ഓഫ് യൂണിയൻ ഓഫ് ഈ ഡിഫറൻസ് A എന്ന് എഴുതാം. ബൈ സബ് അഡിറ്റിവിറ്റി യൂസ് ചെയ്ത് നമുക്ക് അഡിറ്റീവ് എന്ന് പറയാൻ പറ്റില്ല അല്ലേ, കാരണം ഡിസ്ജോയിൻ്റ് ഒന്നും അല്ല. അപ്പോൾ ഡിസ്ജോയിൻ്റ് ആണെന്ന് അല്ല, അപ്പോൾ നമുക്ക് എന്ത് പറയാം? സബ് അഡിറ്റിവിറ്റി യൂസ് ചെയ്ത് ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n = 1 to ∞ മെഷർ ഓഫ് ഈ ഡിഫറൻസ് AN. ഈ മെഷർ ഓഫ് ഈ ഡിഫറൻസ് AN നമ്മൾ എന്താ അസ്യൂം ചെയ്തിട്ടുള്ളത്? എപ്സിലോൺ ബൈ 2n+1. ഇപ്പോൾ ഇതെന്താ വരിക? ഒരു സം ഓഫ് ഇൻഫൈനൈറ്റ് GP ആണ് വരിക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്സിലോൺ ബൈ 2n+1 എന്നുള്ള ഫോമിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എപ്സിലോൺ ഔട്ട് സൈഡ് എടുക്കാം. ഫോം എന്താ വരിക? n = 1 വരുമ്പോൾ 2² എന്ന് വരും അല്ലേ, പ്ലസ് 1/2³ എന്ന് വരും, പ്ലസ് 1/2⁴ പ്ലസ് എക്സെട്ര എന്ന് വരും. ഇതിൻ്റെ ഫസ്റ്റ് എ എന്ന് പറയുന്നത് GPയിൽ
1/2 സ്ക്വയറും കോമൺ റേഷ്യോ r എന്ന് പറയുന്നത് 1/2 അപ്പോൾ ടോട്ടൽ സം എന്താ വരിക? എസ് എന്ന് പറയുന്നത് a/1 - r ആണ് അല്ലേ. എ എന്ന് പറയുന്നത് 1/2 സ്ക്വയർ ബൈ 1 - 1/2 എന്ന് വരും, അതായത് 1/2 എന്ന് വരും, അതായത് ε/2. ഓക്കെ. Now we claim that sequence fn converges to f uniformly on a. അപ്പോൾ ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് കിട്ടിയില്ല, അതിന് യൂണിഫോംലി കൺവേർജൻസ് പറയണം, ശരിയല്ലേ? നമ്മൾ ഈ എ എന്ന് പറയുന്നതിൽ ANൽ നേരത്തെ നമുക്ക് യൂണിഫോംലി കൺവേർജൻസ് എന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇൻ്റർസെക്ഷനാണ് നമ്മുടെ എ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ യൂണിഫോംലി കൺവേർജൻ്റ് ആണ് നമ്മൾ ക്ലെയിം ചെയ്യാൻ പോകണം, നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഇനി ഓരോ ANൻ്റെ കേസിലും ട്രൂ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു n നോട്ട് ചൂസ് ചെയ്തു, such that 1/n നോട്ട് ലെസ് ദാൻ എപ്സിലോൺ. സോ ബൈ 3, അതായത് ഓരോ എന്നിൻ്റെ കേസിലും ഇത് ട്രൂ ആണ്. ANൻ്റെ കേസിൽ അല്ലേ. ഈ എന്നിന് പകരം n നോട്ട് ആണെങ്കിൽ എന്ത് വരും? ഇതൊക്കെ n നോട്ട് എന്ന് വരും അല്ലേ. അതായത് മോഡുലസ് ഓഫ് fk മൈനസ് എഫ് ലെസ് ദാൻ 1/n നോട്ട് ഓൺ AN നോട്ട് ഫോർ ഓൾ k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ N ഓഫ് n നോട്ട്. However, a subset of AN നോട്ട്, അതെന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള എല്ലാ ANകളുടെ ഇൻ്റർസെക്ഷനാണ് എ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഓരോ ANൻ്റെ സബ്സെറ്റാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ എ സബ്സെറ്റ് ഓഫ് AN നോട്ട് ആൻഡ് വി അസ്യൂംഡ് ദാറ്റ് 1/n നോട്ട്, നമ്മൾ ലെസ് ദാൻ എപ്സിലോൺ ആവുന്ന തരത്തിലുള്ള n നോട്ടാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. സോ വി വിൽ ഗെറ്റ് മോഡുലസ് ഓഫ് fk മൈനസ് എഫ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ അല്ലേ. 1/n നോട്ട് ലെസ് ദാൻ എപ്സിലോൺ ആയതുകൊണ്ട് ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതാം. ഓൺ AN നോട്ട്, AN നോട്ടിൽ ട്രൂ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും അത് എവിടെയും ട്രൂ ആവും, എയിൽ ട്രൂ ആവും, കാരണം AN നോട്ടിൻ്റെ സബ്സെറ്റാണ് എ. അപ്പോൾ ഓൺ എ ഫോർ ഓൾ k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു N ഓഫ് n നോട്ട്. ദ സീക്വൻസ് fn converges to f uniformly on a and measure of e difference a is less than ε/2. And finally by theorem 11 of chapter 2. Theorem 11 of chapter 2 അതെന്ന് പറയുന്നത് അപ്രോക്സിമേഷൻ തിയറം ആണ്. നമുക്ക് നോക്കാം. ഇതാണ് തിയറം 11 എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് ഇന്നർ അപ്രോക്സിമേഷൻ ആണ്. അപ്പോൾ ഈ ഭാഗം ഒന്ന് നോക്കാം അല്ലേ. ഈ ഒരു സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫോർ ഈച്ച് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ ഇസ് എ ക്ലോസ്ഡ് സെറ്റ് എഫ് കണ്ടെയ്ൻഡ് ഇൻ ഇ ഫോർ വിച്ച് M* ഓഫ് ഇ ഡിഫറൻസ് ഇ ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ആ പാർട്ടാണ് നമുക്ക് വേണ്ടത്. ഇത് ഔട്ടർ മെഷറിൻ്റെ കേസിലായിരുന്നു. ഇവിടെയൊക്കെ മെഷറബിൾ സെറ്റാണ്, അതുകൊണ്ട് നമുക്ക് M*ന് പകരം M എന്ന് എഴുതാം. അപ്പോൾ M ഓഫ് ഇ ഡിഫറൻസ് എഫ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ആവുന്ന ഒരു ക്ലോസ്ഡ് സെറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് തിയറം പറയുന്നതിൽ ഇന്നർ അപ്രോക്സിമേഷൻ ബൈ ക്ലോസ്ഡ് സെറ്റ്സ് പറയുന്നത്. ഓക്കെ. സോ ബൈ ദാറ്റ് തിയറം inner approximation we can choose a closed set S, closed set F contained in A, F subset of A, for which measure of A difference F is less than ε/2. അപ്പോൾ measure of E difference F എന്ന് എന്താ വരിക? E difference F എന്ന് പറയുന്നത് measure of E difference A plus measure of A difference F എന്നുള്ള പോലെ വരിക അല്ലേ. that is this is ε/2 plus ε/2 എന്ന് വരും. this is epsilon and ഈ കളക്ട് യൂസ് ചെയ്തിട്ട് we already proved that sequence fn converges to f uniformly on f. Now it is clear that Egoroff's theorem also holds if the convergence is point wise almost everywhere. ഇവിടെ നമ്മൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിൻ്റെ കേസിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓൾമോസ്റ്റ് എവരിവെയർ ത്രൂ ഔട്ട് പോയിന്റ് വൈസ് കൺവേർജൻ്റ് ആണെങ്കിൽ ട്രൂ ആണെന്നാണ് എഗറോഫ്സ് തിയറം പറഞ്ഞത്. പക്ഷേ അത് പോയിന്റ് വൈസ് കൺവേർജൻ്റ് ആണെങ്കിലും ട്രൂ ആണ്. കാരണം എന്താ? പോയിന്റ് വൈസ് കൺവേർജൻ്റ് ആണെങ്കിൽ ഒരു ഓൾമോസ്റ്റ് എവരിവെയറിൻ്റെ അർത്ഥം എവിടെയെങ്കിലും ആ പോയിന്റ് വൈസ് കൺവേർജൻ്റ് അല്ലാത്തൊരു സെറ്റ് ഉണ്ടെങ്കിൽ ഈ ഡിഫറൻസ് ബി എന്ന് പറയുന്ന മെഷർ 0 ആവും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ട്രൂ ആണ്. അതേപോലെ ലിമിറ്റ് ഫംഗ്ഷൻ ഇസ് ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ, എവിടെയെങ്കിലും ഇൻഫൈനൈറ്റ് ആണെങ്കിലും അങ്ങനെയുള്ള സെറ്റിൻ്റെ മെഷർ നമുക്ക് 0 ആവുന്ന തരത്തിൽ ചൂസ് ചെയ്യാം അല്ലേ. ഓക്കെ, നെക്സ്റ്റ് പ്രൊപ്പോസിഷനും തിയറം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യും.